ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകം ആണല്ലോ. പാചകം എന്ന് പറഞ്ഞാൽ വാചകം ഇല്ലാത്ത കാര്യമില്ല, പാട്ടില്ലാത്ത കാര്യമില്ല. പാചകവും വാചകവും നർമ്മസല്ലാപവും എല്ലാം കൂടെ കൂട്ടിയിണക്കിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കല്യാണത്തിന് പോകാൻ ഒരു ഗുഡൻസ്, അടിപൊളി ഗുഡൻസ്, ഒരു മുഖം നല്ല തുടുത്ത് ചുമന്ന് വെളുത്ത് തൊണ്ടിപ്പഴം പോലെ ഇരിക്കാനുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിന്നെ ഇതിടുന്നുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് Q&A കേട്ടല്ലോ. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതി ചോദിക്കുക, കമൻറ്റിലൂടെ ഇട്ട് വെച്ചേക്കണം. ഞാൻ ഏതാ ദിവസം ഇടുന്നതെന്ന് വെച്ചാൽ അന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പം നിങ്ങളുടെ ആൻസറുകളെല്ലാം ഞാൻ പറഞ്ഞിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്കങ്ങ് കടന്നു പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി മുട്ടക്കറി ആട്ടോ. അപ്പോൾ ഇന്നത്തെ മുട്ടക്കറി നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. പെരിഞ്ജീരകം ഒരു സ്പൂൺ ഇടണേ. ഒരു സ്പൂൺ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നമ്മുടെ സബോള മാത്രം, ഇച്ചിരി കരിവേപ്പില, പച്ചമുളകൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ ഇതിന്. ഇതും കൂടെ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ശകല ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പം വേണം മസാലക്കൂട്ടൊക്കെ ചേർക്കാൻ. അപ്പോൾ വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. വഴറ്റാൻ നേരം നമ്മളിതിനെ അടച്ച് വെച്ച് വേണം വഴറ്റാൻ കേട്ടോ. അങ്ങനെ അടച്ച് വെച്ച്, സാധാരണ ഞാൻ മുട്ടക്കറി വെക്കുമ്പോൾ അടച്ച് വെക്കത്തില്ല, വേറെ മുട്ടക്കറി വെക്കുമ്പോൾ ഇതിനെ നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വേഗം വെന്ത് ഒന്നിച്ച് ചേരും. ഇപ്പം നമ്മൾ സവാള ഇതായി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടെ ആക്കി ഇട്ടേക്കുക. ഒരു ശക്കലം വെള്ളം ഒഴിച്ച് ഇനിയും ഒന്ന് അടച്ചിടുക. പിന്നെ നമ്മൾ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ടേച്ച് നല്ല അടിപൊളി മുട്ടക്കറി അങ്ങോട്ട് റെഡിയായി. മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മുട്ട റോസ്റ്റ്. മുട്ടക്കറി നമ്മളെപ്പോഴും വെക്കാറുണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വരിഞ്ഞ് ഇളക്കി ഇത് അവൻ്റെ മേളിലത്തെ സുന താഴോട്ടിട്ടു. സുന അവിടെ ഇരിക്കട്ടെ. സുന വായ്പോണ്ടതല്ലേ, പോട്ടെ. എന്താണേലും നമ്മുടെ മുട്ടക്കറി റെഡി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ചപ്പാത്തി മുട്ടക്കറി എല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് പോവാണ്. മത്തി ഐസിനകത്ത് കുളിച്ച് ഇതിരിക്കുമായിരുന്നു, പക്ഷെ അവനെ ഇതാക്കാൻ വേണ്ടിയിട്ട് മത്തി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞേ കുളിക്കാമെന്നും പറഞ്ഞിരുന്നു, പക്ഷേ വൃത്തികേടാന്നേ നമ്മൾ രാവിലെ കുളിച്ചില്ലെങ്കിൽ. എന്താന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുളിക്കണ്ടേ, അപ്പം നാണക്കേടല്ലേ വൃത്തിയില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. മത്തിക്കുള്ള അരച്ചു വെച്ചു, നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. പിന്നെ അതെ എത്ര ദിവസമായെന്നറിയാമോ ഇത് വാങ്ങിച്ചിട്ട് കേട്ടോ. ക്യാബേജും ക്യാരറ്റും കൂടെ നമുക്ക് തോരൻ വെക്കാം. ഇന്നലെ ഞങ്ങൾ പെരാസ്പതിക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ ഉണ്ടല്ലോ എന്താന്ന് പറഞ്ഞാലും ആരും അങ്ങനെ അച്ചിങ്ങാത്തോരൻ വെക്കാറില്ലേ, മിക്കവരും ക്യാബേജ് അല്ലേ. പക്ഷെ അച്ചിങ്ങാത്തോരനായിരുന്നു അവിടെ, സൂപ്പറായിരുന്നു കേട്ടോ. അത് നമുക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ ഏട്ടാ? പിന്നെ കറക്റ്റായിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് സാധാരണ കാണാറില്ല അത്. അതുകൊണ്ട് പയറ് തോരൻ പറഞ്ഞാണ് ഇത് കൂടുതൽ കാണത്തില്ല. പയറ് തോരനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാം. സദ്യയൊക്കെ സൂപ്പർ, നല്ല സാപ്പാടായിരുന്നു. അടപ്രഥമനാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അരിഞ്ഞിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാബേജും എല്ലാം അരിഞ്ഞു കേട്ടോ. ഭയങ്കര സ്റ്റൈലിലാണ് സംസാരം അല്ലേ, ഈ വൃത്തികെട്ട സ്റ്റൈൽ. ഇനിയില്ല, സാധാരണ സ്റ്റൈൽ. നമ്മുടെ കപ്പളങ്ങ, കപ്പളം പൂത്ത കണ്ടോ? പെണ്ണാട്ടോ, പെണ്ണ് തന്നെ. ഞാൻ വിചാരിച്ചു ഇനി ആണാണോ, ദൈവമേ ഇവിടെ എല്ലാം ആൺപിള്ളേരായതുകൊണ്ട് എല്ലാം ആണാണോ. കണ്ട അതിനെ പൂവിൻ്റെ അകത്ത് കപ്പളങ്ങ ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് പെണ്ണാന്ന് മനസ്സിലാവുന്നത്. ഇതെല്ലാവർക്കും അറിയാവോ പെണ്ണായിട്ടാ? കപ്പളങ്ങ ചേട്ടൻ വല്ല വിറ്റടിക്കുന്നു. അപ്പം അതിനകത്ത് ഇതിനകത്ത് കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. കപ്പളങ്ങ ഇത് കണ്ട നടുക്കിരിക്കുന്നത്. അങ്ങനെയാണ് കപ്പളങ്ങ മനസ്സിലാവുന്നത്. കണ്ട. അപ്പം നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ പറിച്ചുകൊണ്ട് വരാം. ആരാ അപ്പറയോ
ചേട്ടൻ എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ട് കേട്ടോ. വേറെ ആരാണ്ടോടാണേ, നിങ്ങളോട് ആരോടും അല്ല കേട്ടോ. എൻ്റെ അമ്മോ, ഇത് കണ്ടോ ചേട്ടാ, ഓറഞ്ചിൻ്റെ വലുപ്പത്തിലാണ് കിടക്കുന്നത്. ചേട്ടനെ കയറണ്ടേ, ഇതിനകത്ത് പുഴുണ്ട്. ഞാനേ ഇച്ചിടെ കഴിഞ്ഞിട്ടേ അതേ നോക്കിക്കേ, ഭയങ്കര ലക്കാണ് കേട്ടോ. കൊടുക്കായിരുന്നു. അല്ലെ ആർക്കെല്ലാം വന്ന് വേണമെങ്കിൽ എടുത്തോണ്ട് പോരുതോ ഇഷ്ടമുള്ളവർക്കൊക്കെ. അപ്പം നമുക്ക് ഇവനെ, ഞങ്ങളുടെ ചേന ഉണ്ടോ ചേട്ടൻ നട്ട ചേനയാ, നോക്കിക്കേ 2 എണ്ണം വന്നു. ഇനി അതിന്റെ അപ്പൊ അതിന്റെ ഒരെണ്ണം നമുക്ക് ഇച്ചിരൂടായിട്ട് അതെടുത്ത് തോരൻ വെക്കാവേ. അതിനെ നമുക്ക് തോരൻ വെക്കാം കുറച്ചുകൂടായിട്ട്. ഏത് മാസം നട്ടേന്നുള്ളതാണ് മറന്നുപോയത്. എന്താണേലും ചിങ്ങത്തിൽ പറിക്കാം. ഇപ്പൊ ചേട്ടൻ എന്താ അത് പറിച്ചെടുക്കും കേട്ടോ. പറിക്കാൻ മേത്ത് വീടല്ലേ. അതിനകത്ത് എനിക്കൊന്ന് ചൊറിയുമ്പോഴും ഇടുന്നല്ല മുൻവശത്തു നിന്നാണ് അല്ലേ. ചേട്ടൻ അത് പറിക്കുമ്പോൾ ഞാൻ പോയി മതി വെച്ചാലും ഇല്ലേ ഒരുമാതിരി ആയിട്ടിരിക്കും. അപ്പം പറിക്കുമ്പോൾ ഞാനിവിടെ കറിവേപ്പ് ഇത് കണ്ടോ, ഈയിടയ്ക്കാണ് ഇവിടെയൊക്കെ തെളിച്ചത് കിടക്കുന്നുണ്ടോ. എന്നാ പറയാൻ, ഇനി മഴക്കാലം കഴിയട്ടെ, അല്ലാതെ ചുമ്മാ കയ്യിലെ പൈസ കളയേണ്ട കാര്യമില്ല. ഓ കറിവേപ്പിലെടുക്കട്ടെ, നമ്മുടെ മത്തിക്കറിക്കും വേണം, തോരനും കൂടെ നമുക്കെടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ എടുക്കാം. എന്തി കറിവേപ്പില കറിവേപ്പിലല്ലേ ഇപ്പോൾ എടുത്തേ. നമുക്ക് നമ്മുടെ പച്ചമുളകിനകത്തുനിന്ന് പറിച്ചെടുക്കാം. ഒരു വഴുതന എങ്ങനെയോ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ സംഭവം എന്നറിയത്തില്ല. അതേതായാലും പോയില്ല. ഇവിടെ തുളസിക്കാടാണ്. അപ്പോഴേ മത്തിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് കുളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മുടെ മത്തി കുഞ്ഞു മത്തി കേട്ടോ, അവനെയൊന്നും കണ്ടിക്കുന്നില്ല. കണ്ടിച്ചു കഴിഞ്ഞാൽ ഇത് പോക്കാം, അതുകൊണ്ട് അവനെ കണ്ടിക്കുന്നില്ല. നമ്മുടെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കൊടംപുളി അരിഞ്ഞിടുന്ന കേട്ടോ. ഇന്ന് കൊടംപുളി ഇട്ട് വെക്കുന്നേ. എടുത്തോണ്ട് വരാം നമ്മുടെ കൊടംപുളി. നമ്മുടെ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലാണോ ആവോ എനിക്കറിയില്ല. എന്നാലും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം അങ്ങോട്ട് എൻ്റെ പേരിന് മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ഒരാളിവിടെ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പം പറയും, ഇന്ന് വറുത്തരച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വറുത്തരച്ച് വെക്കും. അത് 2 ദിവസം കൂട്ടുവേ. 3-ാമത്തെ ദിവസം പറയും അടുത്തെന്ന്. 2 ദിവസമല്ല, ഒരു ദിവസം കൂട്ടുമ്പോൾ തന്നെ പറിച്ചില്ല. പിന്നെ തേങ്ങ അരച്ച് ആണെങ്കിൽ നല്ലതാണെന്ന് പറയും. അതുകൊണ്ട് ഇന്ന് ഞാൻ തേങ്ങ അരച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. ഇതൊന്ന് കഴുകിയിട്ട് വരട്ടെ. ചേട്ടൻ നമ്മുടെ ഡോഗ്സിന് ഇഞ്ചക്ഷൻ ചെയ്യല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ നല്ല രസമായിരുന്നു. ഇന്നലെ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത്. പോയപ്പോഴത്തേക്കൊണ്ടേ ഡോഗിന്റെ ഇത് കുമാരനെല്ലൂരുണ്ടേ, പട്ടിയുടെ മൃഗാശുപത്രി. അപ്പോൾ ഉണ്ട് മൃഗാശുപത്രിയെ. അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് പോയതൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നേ. മൃഗാശുപത്രി 3 മണി വരെ ഉള്ളൂ. അത് നമ്മൾ അറിയുന്നില്ല. അതായത് കോടിമതേനല്ല, കുമാരനെല്ലൂര്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കാം. നമ്പർ വിളിച്ചിട്ടൊന്നും എടുക്കുന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം എന്നും പറഞ്ഞ ചെന്നപ്പോഴത്തേക്കൊണ്ടേ മൃഗാശുപത്രിയൊക്കെ അടച്ചുപൂട്ടി അവരെപ്പോഴേ പോയി. അപ്പൊ അവിടെ ഒരു കൃഷിഭവനുണ്ടല്ലോ കുമാരനെല്ലൂർ. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറെ എണ്ണം അവിടെ ഇരിപ്പുണ്ടേ. എന്നാ മനുഷ്യരൊക്കെയാ, മൃഗാശുപത്രിയുടെ നമ്പർ ഞങ്ങൾക്ക് അറിയില്ല, തൊട്ടടുത്തുള്ളതാണേ, നോർത്തു നോക്കിയേ. ഞാൻ പറഞ്ഞു, ഓ ശരി, ഇത്ര അടുത്തിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ മൃഗാശുപത്രിയിലെ നമ്പർ? ഇല്ല ചേച്ചി, അറിയത്തില്ല. എന്നാ ശരി. അത് കഴിഞ്ഞിട്ട് ചേട്ടനോട് പറയാതെ ഞാൻ പോയത്. അപ്പം ദൈവം തന്ന ശിക്ഷ. അവിടെ ചെന്നപ്പോൾ അടച്ചു പൂട്ടി. 3 മണി വരെ ഉള്ളെന്ന് പറഞ്ഞു. കോടിമലയിലോട്ടായിരുന്നു ഞങ്ങൾ പണ്ട് പോകുന്നത്. ഇതാകുമ്പോൾ അധികം ആളില്ലാത്തതുകൊണ്ട് ഇഞ്ചക്ഷന് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റും. അതിനാണ് അങ്ങനെ ചോദിച്ചത്.
അപ്പം ചേട്ടൻ അവിടെ പോയി ആ മൃഗാശുപത്രിയുടെ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നാളെ ചിക്കൻ വറുത്ത് കൊടുത്തിട്ട് ഇഷ്ടമായിരുന്നേ. അപ്പം വല്ലപ്പോഴും ഇടയ്ക്ക് കുറച്ച് ഭാഗമാക്കി ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുവേ. അപ്പം അങ്ങനെ വെക്കാലോ നിർത്ത് കൈയൊക്കെ കഴിയട്ടെ. അപ്പം മീൻ അരച്ച് വരട്ടിട്ടെ, അതും വരട്ടിയിട്ട് വരാവേ. അപ്പം നമ്മുടെ മീനിനെയൊക്കെ പെറുക്കിയിട്ട് അങ്ങോട്ട് കേട്ടോ, എല്ലാത്തിനെയും പെറുക്കിയിട്ടു. തീ കത്തിയിട്ടുണ്ടായിരുന്നല്ലേ. നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മീനിനും എണ്ണ ഒഴിക്കണം, തോരനും എണ്ണ ഒഴിക്കണേ. ആരോടും പറയരുത് ഈ പ്രേമത്തിൻ ദിവ്യരഹസ്യം. ഓ ഓ മാലിനിയുടെ തീരങ്ങളിൽ തഴുകി വരും പനിനീർക്കാറ്റേ. എന്താ ആരോടും പറയരുതെന്ന് പറഞ്ഞേ? രഹസ്യം അറിയാവോ? ആ രഹസ്യമാണ് ഈ രഹസ്യം. എന്ത് രഹസ്യം? ഒരു രഹസ്യവും ഇല്ല കേട്ടോ. നമുക്ക് തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചാനലിൽ രഹസ്യങ്ങളില്ല, പരസ്യങ്ങളാ അല്ലേ. അപ്പം നമ്മൾ ഇതും കൂടെ കത്തിച്ച് വെച്ചേക്കാം. എല്ലാം ഒന്നിച്ചങ്ങ് കത്തിച്ച് വെച്ച് 3 അടുപ്പിനെ കൂടെ അങ്ങോട്ട് ഒറ്റ അടിച്ച് നമുക്ക് പണി തീർക്കണം. വേഗത്തിൽ പണി തീർക്കണ്ടേ നമ്മുടെ ജയുടെ പണി തീർക്കണ്ടേ. ഇതാണ് ക്യാരറ്റ് ആൻഡ് ക്യാബേജ് ആൻഡ് സബോള. നമുക്കിതൊരു തോരൻ വെക്കണ്ടേ. മുളകിനെ എടുത്തോണ്ട് വരാം ഞാൻ, ഓടി നിങ്ങളുടെ അടുത്തോട്ട് വരാം ഞാൻ. എന്താണേലും നമ്മുടെ മുളകല്ലേ, നമ്മുടെ വറ്റിൽ മുളകല്ലേ. ഒത്തിരി മുളകിട്ട ചേട്ടൻ വന്നു നമ്മളെ വഴക്കു പറയും. എന്താന്നു വെച്ചാ ചേട്ടനെരുവൊട്ടും പറ്റില്ല കുട്ടികളെ. കാരണമുണ്ട്, അവരവിടെ സൗദിയിലൊന്നും അധികം മുളകില്ല. അതുകൊണ്ടാണ് മുളകൊത്തിരി ഇടരുത് എന്ന് പറയുന്നത്. നിന്നോടൊന്ന് പറയാറുണ്ട് എന്റെ ചേട്ടൻ. പൊന്നു, മുളകൊത്തിരി എടുക്കല്ലേ, നിന്റെ ചേട്ടന്റെ നാവെരിയും എന്ന് പറയാറുണ്ട്. ഈ കഥാപ്രസംഗം എവിടെയെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. കേട്ടല്ലോ? പൊട്ടിയായിരുന്നോ? അവൻ പൊട്ടിയായിരുന്നോ? പൊട്ടി, നമ്മുടെ കടുക് പൊട്ടി. നമുക്ക് ഇവനെ അങ്ങോട്ടിട്ടു കൊടുക്കാം നമ്മുടെ ക്യാബേജ് ആൻഡ് ക്യാരറ്റിനെ. പാവങ്ങൾ അവിടെ കിടന്ന് വെന്ത് കരഞ്ഞ് അവിഞ്ഞ് എന്തൊരു കഷ്ടം നമ്മൾ ചെയ്യുന്നേ ഇല്ലേ മക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. എന്റെ പ്രിയതമൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബുള്ളറ്റിന്റെ ഓണടി കേൾക്കുന്നു. എവിടെ ഭാര്യ ജയ? ചേട്ടാ വന്നില്ല. വന്നു. മുമ്പിലിരിക്കുന്ന ആൾക്ക് ചെവി കേൾക്കില്ല. കുറെ എത്ര ബുള്ളറ്റ് മുമ്പിൽ കൂടെ വന്നാൽ കേൾക്കാൻ കേട്ടോ. പാവം വീട്ടുകാരാളുള്ള എത്ര ഉപകാരമല്ലേ. വാതിലടയ്ക്കണ്ടല്ലോ, ഉറങ്ങിയാലും ശരി വാതിലടയ്ക്കണ്ടല്ലോ. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് വരാവേ. എന്റെ ചേട്ടനാണെന്നും പറഞ്ഞ് ഞാൻ ചെന്ന് പാത്തു നോക്കി. അതെന്റെ ചേട്ടനായിരുന്നില്ല, മറ്റാരുടെയോ ബുള്ളറ്റ് ആയിരുന്നത്. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. ചേട്ടനല്ലായിരുന്നു. ചേട്ടൻ എത്തിയിട്ടില്ല. ചേട്ടൻ വരുന്നതേ ഉള്ളൂ. എന്നാ പറയാനാ? വരാതിരുന്നിട്ടും എന്തേ വരാതിരുന്നത്? ചേട്ടൻ ഇന്ന് ഇപ്പോൾ മൃഗാശുപത്രിയിൽ ചെന്ന് അവരുടെ നമ്പറൊക്കെ ഞാൻ പറഞ്ഞു. വേഗം നമ്പർ കാണിക്കണം ചേട്ടാ. നമ്മള് ഇത്ര അടുത്തുനിന്ന് ചെന്നിട്ട് അയൽവക്കത്തുള്ള ഒറ്റ മനുഷ്യർക്ക് അവിടുത്തെ നമ്പർ അറിയത്തില്ലായിരുന്നു ചേട്ടാ. ഇതെന്താ സംഭവം എന്ന് ചോദിക്ക് ചേട്ടാ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് വരാടി, അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞു. തലമുടി ഒന്നും ചെയ്യുകയില്ല. ജയക്ക് സമയം കിട്ടിയില്ല. ജയ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ജയക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ആ ചാനലിനെ ഉയർത്തിയെടുത്തോണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏൻസർ ഒന്നും കിട്ടത്തില്ല. അതാണ് ഏറ്റവും കുഴപ്പം. രണ്ടും
ചില പ്രാവശ്യം ഒരു മാസം ചിലപ്പോൾ കിട്ടത്തില്ലെങ്കിൽ പിറ്റേ മാസം കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ കടന്നു പോകുന്നത്. എല്ലാ മാസവും എല്ലാ മാസവും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കണം. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ആ പ്രയത്നം ഇന്നലെ തൊട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്നു. എന്നും ലൈവിൽ വരുന്നതായിരിക്കും രാത്രി 9 മണിക്ക്. 9 തൊട്ട് 9:30 വരെ നിങ്ങളുടെ ജയ എന്നും ലൈവിൽ വരുന്നതായിരിക്കും. ലൈവിനെ ഉണർത്തി 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 പൊക്കിയെടുക്കണം. ശരിയല്ലേ പറഞ്ഞേ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഗുളികളൊന്നും കഴിച്ചിട്ടില്ലേ? പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. കുഴപ്പം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ വേണം നമ്മൾ പൊട്ടിപ്പോയി. അപ്പൊ തമാശകളെല്ലാം മാറ്റി സീരിയസിലോട്ട് കടന്നു വരുവാണ്. എന്റെ കൂട്ടുകാരൊക്കെ എന്റെ ചാനൽ കാണുന്നതിൽ വളരെ വളരെ സന്തോഷം. ശോഭക്കുട്ടി, വിദ്യക്കുട്ടി, നമ്മുടെ കുട്ടിമാർ ഇഷ്ടംമാതിരി ഉണ്ട്. വിദ്യക്കുട്ടി, കട്ടനും കടിയും, അങ്ങനെ പല പല കുട്ടികളുണ്ട്. കുറച്ചു പേരുടെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഇന്ന് എന്റെ അടുത്ത് വരും. അപ്പൊ എനിക്ക് ചോദിക്കാമല്ലോ, അപ്പൊ എനിക്കൊരു കാര്യം ഉണ്ടാവും. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പേരുടെ പേര് പറയാത്തത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ലൈവിച്ചു പറയുമല്ലോ. ചേച്ചി അങ്ങടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ ആ പേരുണ്ട് കേട്ടോ. എനിക്ക് നാവിലിരിപ്പുണ്ട്, എനിക്ക് അറിയുകയില്ല, പക്ഷെ പറയുന്നില്ല. ക്യൂആനെ നമുക്ക് തുടങ്ങിയാലോ? ക്യൂആനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് എങ്ങനെ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ക്യൂആനെ തുടങ്ങാൻ എങ്ങനെ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങളുടെ ജയം ഇങ്ങനെ വന്ന് ഫ്രണ്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കട്ടയായിട്ട് മറുപടിയും തന്ന് ചിലപ്പോൾ അടിയിട്ട് പിരിയായിരിക്കും. ഇല്ല, നമ്മൾ പിരിയത്തില്ല, ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. ഒരിക്കലും പിരിയാത്ത ജന്മങ്ങളാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മുടെ വിജയ. പിന്നൊരു കാര്യമുണ്ട്, പിരിയും. എങ്ങനെയുള്ളവരെ എനിക്ക് താല്പര്യമില്ല. 5-6 വർഷമായിട്ട് നമ്മളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലാതെ ഇരിക്കുന്നവരെ എനിക്ക് വേണ്ട. അവര് സഹകരണത്തിന് വന്നാലും ശരി. ഇനിയിപ്പോ സഹകരണത്തിന് വന്നിട്ടും കാര്യമുണ്ടോ? ഇല്ല. എന്താണ്, നമുക്ക് ടൈമില്ല ഇപ്പോഴല്ലേ? ടൈമും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ നല്ല നല്ല സമയങ്ങളൊക്കെ കടന്നു പോയി. അതുകൊണ്ട് എന്റെ സ്വഭാവം വെച്ച് കുറെ ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്യാറാവും. എന്റെ ഹൃദയം വരെ പറിച്ചു കൊടുക്കുന്ന സ്വഭാവം ഉണ്ട്. പറിച്ചു കൊടുത്ത് അവർക്ക് ഹൃദയം കുറെ നാള് വേണം, പിന്നെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പറിച്ചു കൊടുക്കാൻ ശ്രമിക്കും. എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്തു. ഞാൻ അങ്ങനെയാണ്. പക്ഷെ എന്താവശ്യം വന്നാലും എന്ത് കാര്യം വന്നാലും ആ സമയം ചെയ്തു വരും, പോകും. ഇതാണ് എന്റെ പോളിസി. അപ്പം ആരോടും എനിക്ക് സ്നേഹമില്ലായ്മയില്ല, വെറുപ്പുമില്ല. പക്ഷെ എനിക്ക് ആരെങ്കിലും എന്നോട് ഇങ്ങനെ കുറേ വർഷമായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്നേഹം എപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒത്തിരി ആൾക്കാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെ മുതലെടുത്തു കഴിഞ്ഞാൽ നോ, പിന്നെ ആ ഭാഗത്തോട്ടേ പോകരുത്. സ്നേഹമൊക്കെ തന്നെ അല്ലേ? ഇപ്പൊ ചേട്ടനോ അനിയനോ ഒന്നുമില്ല. അവനോനുണ്ടെങ്കിൽ അവനോന്, അത് മാത്രം. അവനോനുണ്ടെങ്കിൽ ചില ചേട്ടനോ അനിയനോ ഒക്കെ ആൾക്കാര് മുതലെടുക്കും. അവരുടെ പൈസ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ ലോകത്തല്ലേ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ അല്ലേ? നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി ഓരോരുത്തരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മുതലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെ പോട്ടെ. അപ്പൊ ഇനി ഞാൻ എന്നാന്ന് വെച്ചാൽ ഇന്നിപ്പോ നമ്മൾ മത്തി കറി വെച്ചു, മത്തി വറുത്തു, തോരൻ വെച്ചു. മതിയില്ലേ? പോരെ? ഇപ്പം വരാം കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ജ്യൂസ് ചേട്ടൻ ചൈനീസ് ഓറഞ്ച് പറിച്ചു തന്നു, ഞാനത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറിക്കൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് പോലും നോക്കിയില്ല. അപ്പോൾ അതെല്ലാം ഉണ്ടോ നോക്കാം. ശരിയല്ലേ പറഞ്ഞേ? ഒരു വകയും ചേർക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെ 10-20 പ്രാവശ്യം ഇത് തന്നെ പരിപാടി.
നമ്മുടെ വീട്ടമ്മമാരുടെ അല്ലെ ഏകദേശം ഒരു കണക്ക് കൂട്ടലൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കെല്ലാം ഉണ്ടോന്ന് നമുക്ക് സെലക്ട് നോക്കാൻ പറ്റും. അപ്പൊ എല്ലാം ഉണ്ടാവും. ഈ കരി ഒന്ന് കഴിയട്ടെ. ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ജയ കൈ കഴിയോ ഓടി വരാവേ. അപ്പം എന്റെ വീഡിയോ കാണുന്നവര് അവർക്കൊക്കെ എത്ര അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചോണം. എന്റെ വീഡിയോ കാണുമ്പോൾ അസുഖക്കാരെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. അസുഖമില്ലാത്തവര് ലോകത്തില്ല. അതിന് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ അസുഖം വന്നാൽ അതുമായിട്ട് അങ്ങ് ഇരിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നമ്മളെ ആരോഗ്യം നോക്കി നമ്മൾ വീണ്ടും ജീവിക്കാനുള്ള പ്രവണത കാണിച്ച് മുമ്പോട്ട് പോവുക. അല്ലാതെ അയ്യോ എനിക്ക് അസുഖമാണേ എന്നും പറഞ്ഞ് ചടഞ്ഞുകൂടിയിരുന്നാൽ എന്താ സംഭവിക്കുക? അസുഖം മൂർച്ഛിക്കും. അതുകൊണ്ട് അസുഖം ഒന്നും ഇല്ല എന്നും പറഞ്ഞ നിങ്ങൾ ഇരിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ നാണം കെട്ട് ഓടിമറയും. കൈ കഴിയിട്ട് വരാവേ. നേരം വെളുക്കുമ്പോ തൊട്ട് പെണ്ണുങ്ങളെല്ലാം കൈ കഴുകുക. എന്താണ് പരിപാടി അല്ലേ? രുചി നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് കറികളെല്ലാം റെഡിയായി കേട്ടോ. ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. പെട്ടെന്നൊരു അടിപൊളി ടിപ്സ്, മുഖത്ത് നല്ല കട്ട വെളുപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോ കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം. കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അടിപൊളിയാണ്. നമ്മുടെ തൈര് എടുക്കുക. പുളി അധികം ഇല്ലാത്ത തൈര്. അതിനകത്തോട്ട് തേനൊഴിക്കുക. നല്ലതായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു 10 മിനിറ്റോളം നേരം ഇരുന്നതിന് ശേഷം മുഖം വാഷ് ചെയ്ത് പതുക്കെ തുടച്ചങ്ങ് കളയുക. പിന്നെ നമ്മുടെ തക്കാളി നീരെടുക്കുക. അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് കാപ്പിപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കുക. മുഖം നല്ല വെളുത്ത് പാറി പറക്കും എന്നുള്ളതാണ് ഇതിന്റെ രഹസ്യം. ഇനി ഞാൻ ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നറിയാം. കാരണം പാചകങ്ങളും വാചകങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കിട്ടുമ്പോൾ നാളെ തന്നെ കാണാം. ടാറ്റാ.